പിന്നെ ഞാനും സച്ചിനായിട്ടും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോയി. അപ്പോൾ ഇത് അവിടുന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ ബാലൻസ് ആട്ടോ. അതെന്ന് വെച്ചാൽ ഞാൻ കഴിക്കാൻ നോക്കുമ്പോഴത്തേക്ക് മോൾക്ക് പിന്നെ ടൈം കഴിഞ്ഞുകൊണ്ട് അവൾ ഭയങ്കര കരച്ചിൽ. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ പാർസൽ ചെയ്ത് തരാമെന്നാണ്, അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഞാനത് റൂമിൽ കൊണ്ടുവന്നിട്ട് കഴിക്കാം കേട്ടോ. അടിപൊളി കേട്ടോ. എൻ്റെ പേരാണ് ബ്ലൂബെറിയും, മനസ്സിലായല്ലോ, ബാക്കി എനിക്ക് ഓർമ്മയില്ല. ഇതാണെങ്കിൽ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് അടിയൊക്കെ കൂടി, പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സോൾവ് ചെയ്തതിന് ശേഷം പിന്നെ വിചാരിച്ചു മൈൻഡൊക്കെ ഒന്ന് സെറ്റാവാൻ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ പുറത്ത് പോയി കോപ്പർ കിച്ചണിലാട്ടോ പോയത്. കോപ്പർ കിച്ചണിൽ പോയി അവിടെ ഇപ്പോൾ ഇതിന് ശേഷം ക്രിസ്മസിന് ശേഷം പുതിയ കുറേ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടു. അങ്ങനെ പോയതാണ്. ഞാൻ മെയിനായിട്ട് പോയത് നമ്മുടെ തമിഴ്നാട് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ അവിടെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ തമിഴ്നാട് ബിരിയാണി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ളത് ജ്യൂസായിരുന്നു കേട്ടോ. അതായത് വാട്ടർമെലൺ ജ്യൂസ് ഫസ്റ്റ് ഓർഡർ ചെയ്തു. എല്ലാവരും അവസാനമാണ് ഓർഡർ ചെയ്യുക. എനിക്ക് നന്നായിട്ട് ദാഹമുള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാട്ടർമെലൺ ജ്യൂസ് ഓർഡർ ചെയ്തു. അങ്ങനെ വാട്ടർമെലൺ ജ്യൂസ് കഴിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ചിക്കൻ സൂപ്പ് കൊണ്ട് തന്നു, അത് കുടിച്ചു. പിന്നെ കബാബ് കൊണ്ട് തന്നു കേട്ടോ. ചിക്കൻ കബാബ് അടിപൊളിയായിരുന്നു. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ കബാബായിരുന്നു. അത് കഴിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ നൂഡിൽസാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള നൂഡിൽസ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അത് കഴിയുമ്പോഴത്തേങ്ങനെ സച്ചിനേട്ടൻ പറഞ്ഞിട്ടുള്ളത് ഈ തമിഴ്നാട് ബിരിയാണി. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നൂഡിൽസ് ഞാനും സച്ചിനേട്ടൻ തമിഴ്നാട് ബിരിയാണിയുമായിട്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിക്കാനായിരുന്നു. പക്ഷേ തമിഴ്നാട് ബിരിയാണി ഓർഡർ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ക്യാൻസൽ ചെയ്തു. അവർ പറഞ്ഞു തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ മട്ടൻ മന്തി വാങ്ങി. മട്ടൻ മന്തി പിന്നെ ഞാൻ കഴിക്കൂല. മട്ടൻ സച്ചിനേട്ടൻ കഴിച്ചു. മന്തി റൈസ് കുറച്ച് ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റായിട്ട് ഡെസേർട്ടായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഈ ഒരു ബ്ലൂബെറിയുടെ ഇതായിട്ട് ഐസ്ക്രീം ആട്ടോ. എന്താണെങ്കിലും അത് അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. മറ്റേ ഹോട്ടലുകളൊക്കെ പോയി കഴിഞ്ഞാൽ മോളെ ഇരുത്താനോ അല്ലെങ്കിൽ മോളെ കിടത്താനോ എന്നുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല. എങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് ഫുഡൊക്കെ കഴിക്കാറ്. ഇത് ഞാൻ കുറേ സമയം അവളെ സോഫയിൽ ഇങ്ങനെ കിടത്തി. അല്ലാതെ തന്നെ അപ്പോൾ അത് കണ്ടപ്പോൾ അവിടുത്തെ മാനേജറും പിന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് മോളെ എത്തുന്ന ചെയർ തന്നു കേട്ടോ. പക്ഷേ മോൾക്ക് അങ്ങനെ ഇരിക്കാനുള്ള ഒരു ഏജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ 5 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ എടുത്ത് മടിയിലൊക്കെ വെച്ചു. പിന്നെ അവിടെ കിടത്തിയിട്ട് കളിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തപ്പോൾ അവൾ അവിടെ നിന്ന് ഇതെടുത്ത് കളിച്ചു കേട്ടോ. എല്ലാം കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ടെറ്റ ബേബി സീ പറഞ്ഞിട്ട് ഇവിടെ വന്നു കേട്ടോ. മെയിനായിട്ട് ഞങ്ങൾ പുറത്ത് പോയെന്ന് വെച്ചാൽ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ച് പുറത്തൂടെ ഒന്ന് ഡ്രൈവൊക്കെ ചെയ്ത് സംസാരിച്ച് പോയി വരുമ്പോഴത്തേക്ക് തന്നെ മൈൻഡ് ഒന്ന് സെറ്റാവെന്ന് വെച്ചിട്ടാണ് പുറത്തൊക്കെ ഒന്ന് പോയത്. എന്താണെങ്കിലും അതിന് മാത്രം മൈൻഡൊക്കെ ഒന്ന് സെറ്റായി ഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നാളെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെയൊക്കെ പോകാനുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. രാവിലെ തന്നെ ഇറങ്ങാൻ കാരണം വൈകുന്നേരം ഞങ്ങൾക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അമ്മയുടെ ആങ്ങളയുടെ മോളുടെ കേട്ടോ, വാവയുടെ. പിന്നെ കുറച്ച് സമയത്തൊരു കാര്യമായതുകൊണ്ട് ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇട്ടത്. മാറ്റിയിടാനൊന്നും നോക്കിയില്ല കേട്ടോ. ഞങ്ങൾ നേരെ പോയത് സ്വർണ്ണം മേടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഗോൾഡ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങി ഇറങ്ങി. എന്നിട്ടൊരു ഈവനിങ് ആട്ടോ ബർത്ത്ഡേ പാർട്ടിക്ക് പോയത്. കുറച്ച് ദൂരെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അവിടെ പോയി വന്നു കേട്ടോ. അപ്പം മോളൊക്കെ ഉറങ്ങി. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ സീ യു.